ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വൈകിട്ട് എന്താ കഴിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞത്. സോ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചിക്കൻ കറി പൃഥ്വിയേട്ടൻ്റെ റെസിപ്പിയാണ്. ആൾ രാത്രിയൊക്കെ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ റീസെൻ്റായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ കറി അടിപൊളിയായിരുന്നു. സോ ആ ചിക്കൻ കറി ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് വാട്ടി അതിലേക്ക് ബേ ലീഫും കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ചെറുനാരങ്ങി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചു. ആ ടൈമിൽ നമ്മൾ കറിക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് നന്നായി ചതച്ചു. ആ ടൈമിൽ നമ്മൾ വെള്ളം തിളച്ചു. അതിലേക്ക് നമ്മൾ അരി വന്ന് ഇട്ടു കേട്ടോ. അങ്ങനെ കഴുകി വെച്ച അരി ഇട്ടിട്ട് നമ്മൾ പാത്രം അടച്ചു വെക്കുകയാണ്. ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മസാല തേച്ച് വെപ്പിക്കാം. അതിന് വേണ്ടി നമ്മൾ ചിക്കൻ ആദ്യം പാത്രത്തേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടു. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര് ഒക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് കുഴച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ഈ കുഴയ്ക്കുന്നതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരും. അങ്ങനെ നന്നായി ഇളക്കി വീണ്ടും ഇത് കുക്കറിൽ ഇടുകയാണേ. കുക്കറിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെച്ചു. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വിത്തിൻ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും. നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണിത്. അങ്ങനെ നമ്മൾ ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉള്ളി വാട്ടാനിട്ടു കേട്ടോ. ഉള്ളി ഒരുപാട് നേരം വഴറ്റണ്ട, കുറച്ച് നേരം 2 to 3 മിനിറ്റ്സ് വഴറ്റിയാൽ മതി. അപ്പോഴേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടു. ഞാൻ 2 വലിയ തക്കാളി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടു. തക്കാളി ഇടുമ്പോൾ അതിൽ പ്രത്യേക ഒരു ടേസ്റ്റ് വരും. സോസൊക്കെ ഒഴിച്ചൊരു ടേസ്റ്റാണ് വരിക. സോ ഞാൻ തക്കാളി ഇട്ടു കേട്ടോ. 2 വലിയ തക്കാളിയാണ് ഇട്ടത്. അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി, കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ അവിടെ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ആ ചിക്കൻ വേവുമ്പോൾ ആ വെന്ത വെള്ളം കുറച്ചുണ്ട്, അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ പാകല്ലേ നോക്കിയിട്ട് നന്നായിട്ട് അങ്ങ് വേവിക്കാൻ വെക്കുക. ആ വെള്ളം വറ്റുന്ന വരെ നമ്മൾ വേവിക്കുക. ഇതേ നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, പാകമായി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ചിക്കൻ നല്ല വെന്ത് നല്ല മസാല ഒക്കെ പിടിച്ചൊരു ചിക്കൻ കറി. അപ്പോൾ നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം നെയ്ച്ചോറ് എടുത്തു. നെയ്ച്ചോറ് എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ചിക്കൻ കറി, നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ ചിക്കൻ കറി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല